ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന ചിലിയെ പരാജയപ്പെടുത്തിയത്. ഊലിയൻ അൽവാരസ്, മക്കാലിസ്റ്റർ, പൗലോ ഡിബാല എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. നിലവിൽ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിന്റെ പോയിന്റ് ടേബിളിൽ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 7 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി 18 പോയിന്റുമായി അർജന്റീന ശരിക്കും ഫിഫ വേൾഡ് കപ്പ് 2026 യോഗ്യതക്കരികിലാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ഈ ഒരു മത്സരത്തിലെ പ്രകടനം അതിഗംഭീരമായിരുന്നു. സമീപകാലത്ത് അർജന്റീന കാഴ്ചവെച്ചതിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിലിക്കെതിരെ ലയണൽ സ്കലോണിയുടെ അർജന്റീന കാഴ്ചവെച്ചത്. ശരിക്കും ആക്രമണ ഫുട്ബോളാണ് അർജന്റീന ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. സ്കലോണി പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2026 ഫിഫ വേൾഡ് കപ്പിന് മുമ്പ് യുവനിരയെ ഉൾപ്പെടുത്തിയ ഒരു ആക്രമണ ഫുട്ബോളിന്റെ ശൈലിയിലേക്ക് സ്കലോണി അർജന്റീനൻ ടീമിനെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും 2026 ഫിഫ വേൾഡ് കപ്പിന്റെ യോഗ്യതക്കരികെയാണ് ലയണൽ സ്കലോണി. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ അർജന്റീനൻ യുവതിര ഇന്നൊക്കെ കാഴ്ചവെച്ച പ്രകടനം അതിഗംഭീരമായിരുന്നു. എന്തായാലും നിലവിൽ 7 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി 18 പോയിന്റുമായി അർജന്റീന തന്നെയാണ് ഈ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. പൗലോ ഡിബാലൊക്കെ ഗോൾ സ്കോർ ചെയ്തിരുന്നു. മധ്യനിരയിൽ മക്കാലിസ്റ്ററോ, ലോസ്വൽസോ, എൻസോ ഫെർണാണ്ടസോ തുടങ്ങിയ താരങ്ങളുടെയൊക്കെ പ്രകടനം അതിഗംഭീരമായിരുന്നു. എടുത്തു പറയേണ്ട പ്രകടനമായിരുന്നു. ഡിഫൻസിലെ ലിസാൻഡ്രോ മാർട്ടിനസും അതുപോലെ റൊമേറോയും കാഴ്ചവെക്കുന്ന സ്ഥിരതയാർന്ന പ്രകടനം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിലും കൂടുതൽ കരുത്തോടു കൂടി ഫിഫ വേൾഡ് കപ്പ് 2026 അവർക്ക് കളത്തിലിറങ്ങാൻ കഴിയും. ഈ ഒരു വിശ്വാസമാണ് നിലവിൽ